ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ വളരെ മനോഹരമായൊരു പാസേജോട് കൂടിയാണ്. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആരായിരിക്കും ആ ചിലർ? ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ മുതിർന്നവരായിരിക്കും, ചിലപ്പോൾ അവിടുത്തെയൊക്കെ തന്നെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കും. എന്തായാലും യേശു ഒരു ക്രൗഡിൻ്റെ ഇടയ്ക്കാണ്, ബോഡി ഗാർഡുകളൊക്കെ ശിഷ്യന്മാർ ചുറ്റുമുണ്ട്. അപ്പോൾ യേശു വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ചില മുതിർന്നവർക്ക് തോന്നി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ്. അവർക്കറിയാം ഏത് കരങ്ങൾ കൊണ്ടാണോ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ആ കരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് മാറ്റം സംഭവിക്കും, അതിനൊരു അത്ഭുതമായി മാറും. അങ്ങനെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നോക്കുമ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തെ വലിയൊരു ചോദ്യമായി എപ്പോഴും ചോദിക്കേണ്ടത്, ഈ കുഞ്ഞുങ്ങളൊക്കെ യേശുവിൻ്റെ അടുത്താണോ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ചില ശിശുക്കളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് സസ്പീഷ്യസ് ആയിട്ട് ഗോസ്പൽ നിർത്തുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം, ആ ചിലരിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മക്കളെ യേശുവിലേക്ക് ചേർത്ത് പിടിക്കാൻ നമ്മൾ പരിശ്രമം കാട്ടുന്നുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി അകലെയാണ്. അവർക്ക് പള്ളി എന്ന് പറഞ്ഞാൽ ഒത്തിരി അകൽച്ചയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അപരിചിതമായി മാറിക്കഴിഞ്ഞു. പലർക്കും കൂതാശകളോട് വലിയ താല്പര്യമൊന്നുമില്ല. ട്യൂഷനെന്നും സ്കൂളെന്നും മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഓടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ഓട്ടത്തിനിടയിലൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ചേർത്തെടുത്തേണ്ടത് ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ്. അവസാനം ഗോസ്പൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി. എന്ത് തിരക്കുണ്ടെങ്കിലും യേശുവിന് ഒരു കാര്യം അറിയാം, അവരെ തടയരുത് എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവൻ തലയിൽ കൈവയ്ക്കും. കാര്യം ഈ സ്വർഗരാജ്യമൊക്കെ കുഞ്ഞുങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണല്ലോ. പ്രിയമുള്ളവരെയും, സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കുറേ ഉപമകളിലൂടെയൊക്കെ തെളിയിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടിയാണ് ആ സ്വർഗരാജ്യമെന്ന് യേശു ഒരിടത്ത് മാത്രമേ പറയുന്നുള്ളൂ. അതിവിടെയാണ്, ശിശുക്കളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്വർഗരാജ്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചാലും കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കത കാട്ടിയാലും ഒക്കെ അത് സ്വർഗരാജ്യത്തിന് പൗരത്വം എടുത്തിരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ കുറച്ചും കൂടി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് ചേർത്ത് പിടിക്കാനും നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ യേശുവിലേക്ക് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ പോലെയാകാനല്ലേ ഈശോ പറഞ്ഞതിൻ കുഞ്ഞേ, കുഞ്ഞുങ്ങളാകാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമാണ് പൊന്നു കുഞ്ഞേ. കുഞ്ഞുങ്ങളെ പോലെയാകാനല്ലേ ഈശോ പറഞ്ഞതിൻ കുഞ്ഞേ, കുഞ്ഞുങ്ങളാകാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമാണ് പൊന്നു കുഞ്ഞേ. കുഞ്ഞിക്കൈ കൂപ്പി കുരിശു വരയ്ക്കുവാൻ നീ പഠിക്കണമെൻ കുഞ്ഞേ. കുഞ്ഞുനാൾ തൊട്ടു നിൻ കൂടെ നീ എപ്പോഴും ഈശോയെ കൂട്ടണം കുഞ്ഞേ, ഈശോയെ കൂട്ടണം കുഞ്ഞേ. കുഞ്ഞല്ലേ ഞാൻ എൻ്റെ ഈശോടെയോ മനക്കുഞ്ഞാണു ഞാൻ എന്നും അമ്മേ. ഈശോയുടെ കുഞ്ഞായി മാത്രം വളരുവാൻ ആശ്രയാണ് എന്നും എന്നമ്മേ. കുഞ്ഞല്ലേ ഞാൻ എൻ്റെ ഈശോടെയോ മനക്കുഞ്ഞാണു ഞാൻ എന്നും അമ്മേ. ഈശോയുടെ കുഞ്ഞായി മാത്രം വളരുവാൻ ആശ്രയാണ് എന്നും എന്നമ്മേ. കുഞ്ഞിക്കൈ കൂപ്പി കുരിശു വരയ്ക്കുവാൻ ഞാൻ പഠിച്ചിടുമെന്നമ്മേ. കുഞ്ഞുനാൾ തൊട്ടെൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഈശോയെ കൂട്ടി ഞാൻ അമ്മേ, ഈശോയെ കൂട്ടി ഞാൻ അമ്മേ.
ഈശോയ്ക്ക് എന്തിഷ്ടമാ കുഞ്ഞേ. ഊണിലുറക്കത്തിൽ എപ്പോഴും കൂട്ടായി ഈശോയുണ്ടായിടും കുഞ്ഞേ. കൂട്ടുകൂടാൻ പിന്നെ കൂടെ കളിക്കുവാൻ ഈശോയ്ക്ക് എന്തിഷ്ടമാ കുഞ്ഞേ. അപ്പനും അമ്മയും നിന്നെ ഓർത്തെപ്പോഴും ആനന്ദിച്ചിടണം കുഞ്ഞേ. അപ്പനെക്കാളും നല്ല അപ്പനാണ് ഈശോ എന്നെപ്പോഴും ഓർക്കണം കുഞ്ഞേ. ഈശോയോടൊപ്പം പാട്ടുകൾ പാടി ഞാൻ ആടിക്കളിച്ചിടും അമ്മേ. ഈശോയുടെ കയ്യും പിടിച്ചു ഞാൻ എപ്പോഴും ഓടിക്കളിച്ചിടും അമ്മേ. ഈശോയോടൊപ്പം പാട്ടുകൾ പാടി ഞാൻ ആടിക്കളിച്ചിടും അമ്മേ. ഈശോയുടെ കയ്യും പിടിച്ചു ഞാൻ എപ്പോഴും ഓടിക്കളിച്ചിടും അമ്മേ. അപ്പനും അമ്മയ്ക്കും നല്ല കുഞ്ഞായി വളർന്നിടും ഞാനെന്നും അമ്മേ. ഈശോയെ സ്നേഹിച്ചു സ്നേഹിച്ചു കുഞ്ഞു വിശുദ്ധയായി മാറും ഞാൻ അമ്മേ. വിശുദ്ധയായി മാറും ഞാൻ അമ്മേ. ഈശോയ്ക്കു നന്ദി പറഞ്ഞു നമിക്കാം, ആരാധനാഗീതം പാടാം. ഈശോയെ അങ്ങയെ ആരാധിച്ചിടുന്നു, പാടി സ്തുതിക്കുന്നു ഞങ്ങൾ. ഈശോയ്ക്കു നന്ദി പറഞ്ഞു നമിക്കാം, ആരാധനാഗീതം പാടാം. ഈശോയെ അങ്ങയെ ആരാധിച്ചിടുന്നു, പാടി സ്തുതിക്കുന്നു ഞങ്ങൾ.